അദ്വൈത വേദാന്ത പ്രചാരകനായ ശ്രീമദ് ആദിശങ്കരാചാര്യരുടെ ജന്മദിനമാണ് ഇന്ന്. ആദിശങ്കരന്റെ ജന്മസ്ഥലമായ കാലടിയിൽ ശ്രീശങ്കര ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. സുധീഷ്, എത്രത്തോളം വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ ഉണ്ടാകുന്നത്? എല്ലാ ആഘോഷങ്ങൾക്കുമുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 10:30 സന്യാസി സംഗമം നടക്കും. 100-ലധികം സന്യാസികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 നൃത്താവിഷ്കാരം അടക്കമുള്ള കലാപരിപാടികളുണ്ട്. അതിനുശേഷം വൈകിട്ടാണ് പൊതുസമ്മേളനം വെച്ചിരിക്കുന്നത്. സാംസ്കാരിക സമ്മേളനം അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണ അമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ചിദാനന്ദ സ്വാമികൾ സന്ദേശം നൽകും. തുടർന്നാണ് ഘോഷയാത്ര നടക്കുന്നത്. ഈ ഘോഷയാത്ര മുതലക്കടവിലാണ് അവസാനിക്കുന്നത്. നഗരം പൂർണ്ണമായും ചുറ്റി ശൃംഗേരി മഠം അടക്കം കടന്ന് അതുവഴിയാണ് വരുന്നത്. തുടർന്ന് മഹാസ്നാനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. വലിയ രീതിയിൽ ഭക്തരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസ സമൂഹം മൊത്തത്തിൽ തന്നെ ഇതിലൂടെ അലിഞ്ഞു ചേരാൻ ആയി ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും ഇതിൻ്റേത് നടത്തിയതായി ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. എന്തു തന്നെയായാലും ഇത് വലിയ ആഘോഷമായി അതോടൊപ്പം തന്നെ ഒരു സാംസ്കാരിക പരിപാടിയായി മാറ്റുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമാണ് നടത്തിയിട്ടുള്ളത്. വിഷ്ണു, വ്യക്തമാണ്. സുധീഷ് ഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.